നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദർ ആർ എന്നതിൻ്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ രൂപമാണ്. ദർ ആർ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. അത് പ്ലൂറൽ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഉണ്ട് എന്നർത്ഥം വരുന്ന പദം. ഇനി അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് എങ്ങനെ പറയും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ ദർ എന്നാണ്. ദർ ആർ എന്നുള്ളതിനെ നേരെ തിരിച്ചിടും, ആർ ദർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ നോർമൽ സെൻറ്റൻസും അതിൻ്റെ ക്വസ്റ്റ്യൻ രൂപവും കൊടുത്തിട്ടുണ്ട്. ദർ ആർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ 5 റൂമുകളുണ്ട്. പിന്നെ അപ്പം ഇതിൻ്റെ ചോദ്യം എങ്ങനെ വരിക? എൻ്റെ വീട്ടിൽ 5 റൂമുകൾ ഉണ്ടോ എന്നാണ്. അവിടെ എന്താ കൊടുക്കേണ്ടത്? ആർ ദർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. ആദ്യം ദർ ആർ എന്നായിരുന്നു, അത് നേരെ ആർ ദർ എന്നായി. അതേപോലെ ദർ ആർ 2 cats ഇൻ ദി കിച്ചൺ. കിച്ചണിൽ 2 പൂച്ചകളുണ്ട്. അപ്പോൾ കിച്ചണിൽ 2 പൂച്ചകളുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ആർ ദർ 2 cats ഇൻ ദി കിച്ചൺ. ദർ ആർ മെനി ക്ലോത്ത്സ് ഓൺ ദി ബെഡ്. ബെഡിന്മേൽ ധാരാളം വസ്ത്രങ്ങളുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ആർ ദർ മെനി ക്ലോത്ത്സ് ഓൺ ദി ബെഡ്. ഇനി ദർ ആർ സം ആപ്പിൾസ് ഇൻ ദി ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് ആപ്പിളുകളുണ്ടോ എന്നുള്ളതിന് ആർ ദർ സം ആപ്പിൾസ് ഇൻ ദി ഫ്രിഡ്ജ്. ദർ ആർ സെവറൽ ചെയർസ് ഇൻ ദി ലിവിംഗ് റൂം. ലിവിംഗ് റൂമിൽ വ്യത്യസ്തമായ ചെയറുകളുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ സെവറൽ ചെയർസ് ഇൻ ദി ലിവിംഗ് റൂം. ദർ ആർ പിക്ചേഴ്സ് ഓൺ ദി വാൾ. ചുമരിന്മേൽ ചിത്രങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ പിക്ചേഴ്സ് ഓൺ ദി വാൾ. ദർ ആർ ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ. പൂന്തോട്ടത്തിൽ പൂക്കളുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ. ദർ ആർ കീസ് ഓൺ ദി ടേബിൾ. ടേബിളിന്മേൽ ചാവികളുണ്ട്. ആർ ദർ കീസ് ഓൺ ദി ടേബിൾ. ഇനി ദർ ആർ ബുക്സ് അണ്ടർ ദി സോഫ. സോഫയ്ക്ക് താഴെ പുസ്തകങ്ങളുണ്ട്. ആർ ദർ ബുക്സ് അണ്ടർ ദി സോഫ. പുസ്തകങ്ങൾ ഉണ്ടോ. അതുപോലെ ദർ ആർ 30 സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ട്. 30 വിദ്യാർത്ഥികളുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ 30 സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അതുപോലെ ദർ ആർ മെനി സബ്ജക്ട്സ് ടു സ്റ്റഡി. പഠിക്കാൻ ഒരുപാട് ഉണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ മെനി സബ്ജക്ട്സ് ടു സ്റ്റഡി. പഠിക്കാൻ ധാരാളം സബ്ജക്ട്സ് ഉണ്ടോ. ദർ ആർ എക്സാംസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച പരീക്ഷയുണ്ട്. ആർ ദർ എക്സാംസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച പരീക്ഷകളുണ്ടോ. ദർ ആർ ന്യൂ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദി ലാബ്. ലാബിൽ പുതിയ കമ്പ്യൂട്ടറുകളുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ ന്യൂ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദി ലാബ്. ദർ ആർ ടീച്ചേഴ്സ് ടു ഹെൽപ്പ് അസ്. നമ്മെ സഹായിക്കാൻ ടീച്ചർമാരുണ്ട്. ആർ ദർ ടീച്ചേഴ്സ് ടു ഹെൽപ്പ് അസ്. നമ്മെ സഹായിക്കാൻ ടീച്ചർമാരുണ്ടോ. ദർ ആർ പോസ്റ്റേഴ്സ് ഓൺ ദി ക്ലാസ് റൂം വാൾസ്. ക്ലാസ് റൂമിലെ ചുമരിന്മേൽ പോസ്റ്ററുകളുണ്ട്. ആർ ദർ പോസ്റ്റേഴ്സ് ഓൺ ദി ക്ലാസ് റൂം വാൾസ്. പോസ്റ്ററുകളുണ്ടോ. അതുപോലെ ദർ ആർ എ ഫ്യൂ സ്റ്റുഡൻസ് ആബ്സെൻറ്റ് ടുഡേ. ഇന്ന് കുറച്ച് വിദ്യാർത്ഥികൾ ആബ്സെൻ്റായ കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആർ ദർ എ ഫ്യൂ സ്റ്റുഡൻസ് ആബ്സെൻറ്റ് ടുഡേ. ഇന്ന് ആബ്സെൻ്റായ കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടോ. ഓക്കെ, കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ നോക്കാം. ദർ ആർ ടോൾ ബിൽഡിങ്സ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ ഉയരം കൂടിയ ഉണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ ടോൾ ബിൽഡിങ്സ് ഇൻ ന്യൂയോർക്ക്. ദർ ആർ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ കേരള. കേരളത്തിൽ ബ്യൂട്ടിഫുള്ളായ ബീച്ചുകളുണ്ട്. ആർ ദർ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ കേരള. ദർ ആർ മെനി കാഴ്സ് ഓൺ ദി റോഡ്. റോഡിന്മേൽ ധാരാളം കാറുകളുണ്ട്. ആർ ദർ മെനി കാഴ്സ് ഓൺ ദി റോഡ്. വളരെ ഈസിയാണ്. ദർ ആർ പാർക്സ് നിയർ മൈ ഹോം. എൻ്റെ വീടിനടുത്ത് പാർക്കുകളുണ്ട്. ആർ ദർ പാർക്സ് നിയർ മൈ ഹോം. ദർ ആർ റെസ്റ്റോറൻറ്റ്സ് ഓൺ എവരി സ്ട്രീറ്റ്. ഓരോ സ്ട്രീറ്റിലും റെസ്റ്റോറൻറ്റുകളുണ്ട്. ആർ ദർ റെസ്റ്റോറൻറ്റ്സ് ഓൺ എവരി സ്ട്രീറ്റ്. ദർ ആർ ബ്രിഡ്ജസ് ഓവർ ദി റിവർ. റിവറിൻ്റെ മേലെ ബ്രിഡ്ജുകളുണ്ട്. ആർ ദർ ബ്രിഡ്ജസ് ഓവർ ദി റിവർ. ദർ ആർ ബസ്സസ് എവരി 10 മിനിറ്റ്സ്. ഓരോ 10 മിനിറ്റിലും ബസ്സുകളുണ്ട്. ആർ ദർ ബസ്സസ് എവരി 10 മിനിറ്റ്സ്. ഒക്കെ ചോദ്യങ്ങളാണ്. ഉണ്ട് എന്നുള്ളതിന് ചോദ്യമാകുമ്പോൾ ഉണ്ടോ എന്നാവും, അത്രേ മാറ്റുള്ളൂ. ദർ ആർ സ്ട്രീറ്റ് ലൈറ്റ്സ് അലോങ് ദി റോഡ്. റോഡിന് കുറുകെയായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. ആർ ദർ സ്ട്രീറ്റ് ലൈറ്റ്സ് അലോങ് ദി റോഡ്. ദർ ആർ ടൂറിസ്റ്റ് വിസിറ്റിംഗ് എവറി ഡേ. ഓരോ ദിവസവും വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകളുണ്ടോ. ആർ ദർ ടൂറിസ്റ്റ് വിസിറ്റിംഗ് എവറി ഡേ.
ദർ ആർ മാർക്കറ്റ്സ് ഓപ്പൺ അറ്റ് നൈറ്റ്. രാത്രിയിൽ ഓപ്പണായ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ രാത്രിയിൽ ഓപ്പണായ മാർക്കറ്റുകളുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദർ മാർക്കറ്റ്സ് ഓപ്പൺ അറ്റ് നൈറ്റ്. ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് ദർ ആർ എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് രൂപീകരിക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും 10 ഉദാഹരണമെങ്കിലും മിനിമം എഴുതി പഠിക്കുക. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളിത് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇത് തറയാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫൗണ്ടേഷൻ റെഡിയായി. ഇനി ബാക്കിയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.